നമ്മളിപ്പോൾ ലാസ്റ്റ് പോഡ്കാസ്റ്റ് ഇട്ടിട്ട് ഇപ്പം 18 ദിവസം അങ്ങനായി. സോ ഇന്ന് നമുക്കിനി ഒരു പുതിയ കണ്ടന്റ് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ കഴിഞ്ഞ വീക്കിൽ ഞാൻ ഒരു ന്യൂസ് കണ്ട്, ബുർജ് ഖലീഫയുടെ മുകളിൽ മിസ്റ്റർ ബീസ്റ്റ് കയറിയായിട്ടൊരു മിസ്റ്റർ ബീസ്റ്റ് തന്നെ റീൽ ഇട്ടിട്ട് കണ്ടിട്ടുണ്ട്. അതിന് ബുർജ് ഖലീഫന്റെ മുകളിൽ ഇതുവരെ 8 ആൾക്കാരായിട്ടും കയറിയിട്ടുണ്ട്. 8 ആൾക്കാർ 8-9 കയറിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനകത്ത് 2 പേര് ഒരുമിച്ച് കയറി. ലാസ്റ്റ് മിസ്റ്റർ ബീസ്റ്റ് പറ്റൂ ലാസ്റ്റ് കയറിയത്. അതും അല്ലാണ്ട് തന്നെ ഇപ്പോൾ ബുർജ് ഖലീഫയിലെക്കാട്ടും ഹൈറ്റ് കൂടൊരു ബിൽഡിങ് സാംസങ് ദുബായിൽ കൊണ്ടുവന്നായിട്ടൊരു ന്യൂസ് ഇറങ്ങിയിട്ടുണ്ട്. അതിനിപ്പം അല്ല, ദുബായിലാണോ ഖത്തറിലാണോ അങ്ങനെ എന്തോ വരുന്നത് കേട്ടിട്ടുണ്ട്. ആണോ? ഞാൻ കണ്ടിട്ടുണ്ടായി കുറച്ച് കാലം അത് മാത്രമല്ല, മിസ്റ്റർ ബീസ്റ്റ് ഈ ആഴ്ച മറ്റേ റൊണാൾഡോ ആയിട്ട് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നല്ല. അതൊരു ഇന്റർനെറ്റ് ബ്രേക്ക് എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിന്. പക്ഷേ ഇന്റർനെറ്റ് ബ്രേക്ക് ചെയ്തിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അത് എനിക്ക് തോന്നുന്നു ഫസ്റ്റത്തെ 1 മണിക്കൂർ 30 മിനിറ്റാ 40 മിനിറ്റ് കൊണ്ട് അത് 1.5 മില്യണാ 2 മില്യൺ അങ്ങനെ. മെസ്സിക്ക് എന്ത് ഇത്ര ഫോളോവേഴ്സ് ഇതൊന്നും വരാത്തെ? മെസ്സിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട്, 2.5 മില്യണാ സംതിങ് ആയിട്ടേ ഉള്ളൂ. പക്ഷെ റൊണാൾഡോ നോക്കുമ്പോൾ വ്യത്യാസമുണ്ട്. പക്ഷെ മെസ്സി എന്ന് വെച്ചാൽ എന്താണ്, പക്ഷെ റൊണാൾഡോ വെച്ചാൽ ഒരു ബ്രാൻഡാണ് CR7 എന്ന് പറയുമ്പോൾ. അതുകൊണ്ട് തന്നെ ഓൾറെഡി നല്ല ഫേമസ് ആണ് റൊണാൾഡോ. ഓൾറെഡി കുറേ ബിസിനസ് ഉണ്ട്. അല്ലാതെ തന്നെ ഫുട്ബോൾ പ്ലെയറിനെക്കാട്ടും കൂടുതൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളതിലെല്ലാം മൊത്തത്തിൽ റൊണാൾഡോ മുമ്പിൽ നിൽക്കുന്നത്. പൊതുവെ എല്ലാവർക്കും നല്ലോണം അറിയുന്ന ഒരു പ്ലെയറും കൂടിയാണ്. ആ പാഷനും ഹാർഡ് വർക്കിങ് അങ്ങനെ എന്തൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഫേമസ് ആണ്. അതുകൊണ്ട് തന്നെ അത് ചാനൽ തുടങ്ങിയാൽ തന്നെ പെട്ടെന്നൊരു ഹിറ്റ് അടിച്ച് കയറിയിട്ടില്ലേ. റൊണാൾഡോ തന്നെ മറ്റേ മിസ്റ്റർ ബീസ്റ്റ് ഇൻ്റർവ്യൂ ചോദിക്കുന്നുണ്ടല്ലോ, ഡു ഐ ക്യാൻ ബീറ്റ് യു ചോദിക്കുന്നുണ്ടല്ലോ, എനിക്ക് ഇതിനെ തോൽപ്പിക്കാൻ പറ്റുമോ എന്ന്. പക്ഷേ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. റൊണാൾഡോ ഇടുന്നൊരു പോസ്റ്റിന് കിട്ടുന്ന എത്രയാണെന്നറിയോ? അറിയില്ല, 26 കോടിയോ സംതിങ് ആയിട്ടും കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു പോസ്റ്റിന് എത്രയാണ്? 26 കോടിയാണ്. 26.75 ലക്ഷമാണ് ഇന്ത്യൻ റുപ്പിയിൽ റൊണാൾഡോക്ക് കിട്ടുന്നത് ഒരു പോസ്റ്റിന്. പിന്നെ സത്യം പറഞ്ഞാൽ അപ്പോൾ 3-4 പോസ്റ്റ് ഇട്ടാൽ 100-130 കോടി കിട്ടുമല്ലോ. അത് ഉണ്ടാക്കാണ്. പക്ഷേ റൊണാൾഡോ വെച്ചാൽ ഹാർഡ് വർക്കിംഗ് ആണ്, കളിച്ചോണ്ടിരിക്കണം, ഒരിക്കലും നിർത്താൻ തോന്നില്ല. റൊണാൾഡോക്ക് കുറെ ബ്രാൻഡ് അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ മെസ്സിനെക്കാട്ടി എത്രയോ. മെസ്സി ഇപ്പം ഈ അടുത്താണൊരു പെർഫ്യൂം കമ്പനി കൊണ്ടുവന്നത്. അത് മെസ്സിന്റെ പേരിൽ തന്നെയാണ് കൊണ്ടുവന്നത്. മെസ്സി പെർഫ്യൂം മാത്രമല്ല, മറ്റേത് ഇറങ്ങിയില്ലേ, മെസ്സിന്റെ എനർജി ഡ്രിങ്ക് പോലത്തെ സാധനം. മാസ് ഒന്നിന് 1000 എത്ര വരുന്നുണ്ടല്ലോ. ഇപ്പൊ ഈ അടുത്തൊരു വീഡിയോ ആദ്യം ഒന്ന് ചെയ്തിട്ടുണ്ടല്ലോ, അത് അയാൾ കണ്ടിട്ടുണ്ടായിന്. പിന്നെ അല്ലാണ്ടെന്ന് വെച്ചാൽ ഈ വീക്കിലെ മറ്റേ നമ്മളെ WWE ഇതിൻ്റെ നടന്നിന്. WWE അല്ല, നമ്മളെ മൈക്ക് ടൈസൻ്റെയും ജെയ്ക്ക് പോളിൻ്റെ ഒരു ഫൈറ്റ് നടന്നിട്ടുണ്ടായിനല്ലോ. അത് പക്ഷേ സത്യം പറഞ്ഞാൽ സ്ക്രിപ്റ്റഡ് എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ലീക്ക് ആയിട്ടുണ്ടായിന് ഇൻസ്റ്റാഗ്രാമിൽ. അതിനകത്ത് സ്ക്രിപ്റ്റിൽ ഏറ്റവും ഇതിൽ ഓരോ ഇതിലും മൈക്ക് ടൈസന് കിട്ടുന്ന ഒരു ഇപ്പം മൈക്ക് ടൈസൺ ഇടിച്ചാലും അത് വലിയ രീതി ഇടിക്കാൻ പാടില്ല, ജെയ്ക്ക് പോളിന് അതൊന്നും പറ്റാൻ പാടില്ല. അവസാനം ആ ഒരു ജെയ്ക്ക് പോളിന് എത്ര വയസ്സായി? 59. മൈക്ക് ടൈസന് 54. മൈക്ക് ടൈസന് 54-55. ജെയ്ക്ക് പോളിന് 25 എന്ന വയസ്സുള്ളൂ. പക്ഷേ മൈക്ക് ടൈസൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഹിസ്റ്ററിയെല്ലാം വെച്ച് നോക്കുമ്പം സത്യം പറഞ്ഞാൽ മൈക്ക് ടൈസണാണ് ജയിക്കുന്നത്. കാരണം മൈക്ക് ടൈസൺ വെച്ചാൽ ബെല്ല് അടിക്കുന്ന, അപ്പോൾ ആ ബോക്സിങ്ങിൻ്റെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബെല്ലടിക്കുന്നത് മാത്രമേ ഓർമ്മയുണ്ടാവും. അത് കഴിഞ്ഞാൽ ഒപ്പോണ്ട് എന്ത് ഓർമ്മയുണ്ടാവും, 2-3 ഇടി കൊണ്ട് ഒപ്പോണ്ട് അത് തീരുമാനമാക്കും. പക്ഷേ ഇത് കറക്റ്റ്ലി സ്ക്രിപ്റ്റഡാണ്. കാരണം ഇടിക്കുന്ന ഇടിയൊന്നും മര്യാദയ്ക്ക് പവറിലല്ല ഇടിക്കുന്നത് മൈക്ക് ടൈസൺ. അത് അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ആ കളി ഒരു വ്യത്യാസം ഉണ്ടാവും. അതങ്ങനെ സ്ക്രിപ്റ്റഡാന്ന് പറഞ്ഞിട്ട് ഈ വീക്ക് നല്ലോണം കത്തി കയറിയത്. അതുകൊണ്ട് വേറെ സംഭവം ഉണ്ടല്ലോ, ഈ സ്റ്റാർബക്സ് ബിറ്റ്കോയിൻ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. സ്റ്റാർബക്സ് അക്സെപ്റ്റ് തുടങ്ങിയത് എന്നിട്ട് കുറെ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് ബിറ്റ്കോയിൻ കൊണ്ട് പേയ്മെന്റ് ചെയ്യുന്നതിൻ്റെ. പക്ഷെ നല്ല ഫാസ്റ്റാണ് ബിറ്റ്കോയിൻ വെച്ച് പേയ്മെന്റ് ചെയ്യുമ്പോൾ. ബിറ്റ്കോയിൻ പക്ഷേ ഇപ്പം അത് പക്ഷേ നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ എന്തോ ഇതാക്കിയപ്പോൾ കണ്ടായിരുന്നല്ലോ, ബിറ്റ്കോയിൻ ഇനിയും കുറേ മൈൻ ചെയ്യാൻ കിടക്കുന്നുണ്ട്. ബിറ്റ്കോയിൻ ഇനി എത്ര 2050 2150 എന്ന് പറയുന്നട്ടെ. അതുവരെ
അത് എത്ര ആയാലങ്ങല്ലേ മൈൻഡ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നട്ടെ. ഞാനും അങ്ങനത്തെ ഒരു ന്യൂസ് കേട്ടിട്ടുണ്ട്. അതിന് അത് ഇനി എത്രയോ ഇയർ എടുക്കണം എന്നാൽ ചെയ്യാൻ കിട്ടുമോ. മറ്റേ ഏതറല്ലേ എതിർ ഓൾറെഡി മൊത്തം കഴിഞ്ഞില്ലേ. മൊത്തം കഴിഞ്ഞു. പക്ഷെ ബിറ്റ് കോയിൻ വെച്ചാൽ അതിന്റെ സോഴ്സ് തന്നെ മര്യാദക്കാർക്ക് മനസ്സിലായിട്ടില്ല. എന്ന് വെച്ചാൽ എത്ര ആൾക്കാരെന്ന് തന്നെ അതെങ്ങനെ ആണോ ആർക്കും ഗ്രൂപ്പാണോ സിംഗിൾ പേഴ്സൺ ആണോ ഒന്നും എടുത്തില്ല. സതോഷി നക്കമോട്ടോ ഗവൺമെന്റ് ആണെന്നൊക്കെ നല്ല സംശയം. പക്ഷെ സതോഷി നക്കമോട്ടോ എന്നുള്ള ഒരു പേരാണ് പറയുന്നത്. പക്ഷെ അതൊരു ഗ്രൂപ്പാന്ന് പറയുന്നുണ്ട്, സിംഗിൾ ആയിട്ടുള്ള പേഴ്സൺ ആണെന്ന് പറയുന്നുണ്ട്. ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരാൾക്ക് എന്തായാലും അത്രയും ആ സംഭവം ആക്കാൻ പറ്റുമെന്ന് അറ്റ്ലീസ്റ്റ് ഒരു ഗ്രൂപ്പിന് ഹെൽപ്പ് എന്തായാലും വേണം. അപ്പൊ ഹെൽപ്പ് കൊടുത്ത ഗ്രൂപ്പ് ഏതാണെന്നോ ആരാന്നോ ഒരു പിടുത്തമില്ല. അതാണ് ഇപ്പൊ അതിന്റെ പേരിലുള്ള സംശയം വെച്ചാൽ. പക്ഷെ മൈൻഡ് ചെയ്ത് വരുന്നുണ്ട്. അതിന് മൈൻഡ് ചെയ്യുന്ന ഓരോ കുറെ ലേറ്റ് ആവുന്ന പറഞ്ഞിട്ട് ഒരു റിവാർഡ് പോലെ കിട്ടുന്നത് നമുക്ക്. ഇങ്ങനെ എന്താ ഒരു ഇത് നമുക്ക് ആർക്കും തുടങ്ങാം. പക്ഷെ നല്ല ഗ്രാഫിക്സ് കാർഡ് അങ്ങനെയുള്ള ഒരു സെറ്റപ്പ് ആയിരിക്കും നമുക്ക് തുടങ്ങാം. അത് ബിറ്റ് കോയിൻ വെച്ചാൽ നമ്മൾ ഹാർഡ് ഡിസ്കിൽ സേവ് ചെയ്ത സാധനമല്ലേ. ബിറ്റ് കോയിൻ കണ്ടിട്ട് ഇങ്ങനെ ബ്ലോക്ക് ഇതാക്കി ഒന്ന് സേവ് ചെയ്യുക. എന്നപ്പം നമുക്ക് റിവാർഡ് പോലെ ഒരു സാധനം കിട്ടും. അങ്ങനെയാണ് നമുക്ക് എന്തായിരുന്നു ഇപ്പം അതിൻ്റെ എല്ലാ സിസ്റ്റം വാങ്ങി ഇതാക്കിയാലും ഇപ്പം ലാഭം കിട്ടാൻ കുറേ കഷ്ടപ്പാടുണ്ട് ബിറ്റ് കോയിൻ്റെ. നല്ല പാടുണ്ട് ബിറ്റ് കോയിൻ കാര്യത്തിൽ. പക്ഷേ ഇപ്പോൾ ഓരോ കൺട്രീസ് ബിറ്റ് കോയിൻ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയില്ലേ. ഇപ്പോൾ റിവാർഡ് കുറഞ്ഞു വരുക. ആദ്യം 10 ഉണ്ടെങ്കിൽ ഇപ്പം 5 ഇങ്ങനെ അങ്ങനെ കുറഞ്ഞു വരും. ആൾക്കാരെ ഇതെല്ലാം കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ഉപയോഗം അനുസരിച്ചിട്ട് കുറഞ്ഞു വരും. അതല്ലാണ്ട് ഇന്നലത്തെ ഇതിൽ സ്പോട്ടിഫൈ അവരുടെ എല്ലാ മോഡിഫിക്കേഴ്സും ബാൻ ചെയ്തിട്ടുണ്ട് അതിന്. പക്ഷെ അതിന് കുറേ ആപ്പ് ഉണ്ടല്ലോ. ഉണ്ട് പക്ഷെ മോഡായിട്ടുള്ള അതുണ്ട്. പക്ഷെ അതല്ലാണ്ട് ഈ സ്പോട്ടിഫൈ ഓൾറെഡി അവരെ കുറേ മോഡ് ആപ്പിക്ക് ബാൻ ചെയ്തിട്ടുണ്ട് അതിന്. പക്ഷെ ഇപ്പോൾ ചില മോഡിഫിക്കേഴ്സ് ഇപ്പോഴുണ്ട്. പക്ഷെ കുറേയൊക്കെ അവരെ ഇതിൽപ്പെട്ടതൊക്കെ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആ ബാൻ ആപ്പ് യൂസ് ചെയ്താൽ 1500 കിട്ടും. പിന്നെ കിട്ടുള്ളൂ, പിന്നെ മൊത്തം കട്ടോ. അങ്ങനെ ഇപ്പോൾ വേറെ സംഭവം കണ്ടിട്ടുണ്ടോ എലോൺ മസ്കിൻ്റെ ഒരു കഥ? എലോൺ മസ്ക് മറ്റേ ആദ്യം ടെസ്ല സമയത്ത് അയാൾ ഭയങ്കര ജീനിയസാണ്. എന്ന് വെച്ചാൽ അയാൾ ടെസ്ല പോയ ഉടനെ അവിടെ ഒരു സ്പൈ പോലത്തെ ഒരാളുണ്ടായിരുന്നു. വർക്ക് ചെയ്തിട്ട് മറ്റേ ടെസ്ലേൻ്റെ ഐഡിയാസ് എല്ലാം കോപ്പി ചെയ്ത് ഇങ്ങനെ ലീക്ക് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. ഈ എലോൺ മസ്കിനാണെങ്കിൽ അത് കണ്ടുപിടിച്ചേ പറ്റൂ. ഈ സ്പൈനെ വെച്ചിട്ട് പരിപാടി കമ്പനിക്ക് പുതിയ ഐഡിയാസൊക്കെ ലീക്ക് ആവുമല്ലോ. അതുകൊണ്ട് തന്നെ കണ്ടുപിടിക്കാൻ കുറേ ശ്രമിച്ചു, നടന്നില്ല. എന്നിട്ട് അവസാനം എലോൺ മസ്ക് എന്ത് ചെയ്തു, എല്ലാവർക്കും ഒരു മെയിൽ അയച്ചു. എല്ലാ എംപ്ലോയീസിനും ഒരു മെയിൽ അയച്ചു. അപ്പോൾ എലോൺ മസ്ക് ഇങ്ങനെ എല്ലാത്തിൻ്റെ അകത്തും സെയിം കോണ്ടന്റ് സെയിമാണ്. പക്ഷേ എല്ലാത്തിൻ്റെ അകത്തും സ്പേസും ഇങ്ങനെയൊക്കെ വിട്ട് ഒരു വേറൊരു ടോണിൽ അയച്ച് എല്ലാത്തിൻ്റെ അകത്ത് വേറെ സ്പേസും അങ്ങനെ ഇട്ട് അയച്ച്. എന്നിട്ട് എലോൺ മസ്ക് എല്ലാം ആരാന്നല്ല ഇതിൽ ആക്കി വെച്ച്. എന്നിട്ട് പിന്നെ എന്താണ് ഈ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം സാധനം ലീക്കായി. അപ്പം എലോൺ മസ്കിന് മനസ്സിലായി ഇതാരെന്നാന്ന് പോയത്. ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പേസ് കിട്ടുന്ന പറഞ്ഞിട്ട്. എന്നിട്ട് എലോൺ മസ്കിന് മനസ്സിലായി ഇതാരാന്ന് ലീക്കാക്കിയെന്ന്. അങ്ങനെ അയാളെ പുറത്താക്കി എന്ന് പറയുന്നുണ്ട്. അത് ഞാൻ എന്തോ കേട്ടിട്ടുണ്ടായിന്. അതല്ലാണ്ട് ഇപ്പോൾ എലോൺ മസ്ക് കഴിഞ്ഞ വീക്കിലാണ് എലോൺ മസ്ക് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സമയമായിട്ടുള്ള വേൾഡ് ഹിസ്റ്ററിയിൽ ഇപ്പോഴത്തെ ഒരു ശരിയായ കണക്കെല്ലാം വെച്ച് നോക്കുമ്പോൾ എലോൺ മസ്ക് ആണ് ഇപ്പോൾ ഈ അടുത്ത് നല്ല റിച്ച് എന്ന് പറയുന്നത്. 272 മില്യണോ 278 മില്യണോ അങ്ങനെ സംതിങ് ആയിട്ടായി. ഇപ്പം മറ്റേ അമേരിക്കയിൽ ട്രംപ് ജയിച്ചോണ്ട് അത് എലോൺ മസ്ക് ആണല്ലോ അപ്പോൾ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിന്. ട്രംപിനെ ജയിപ്പിക്കാൻ ട്രംപിൻ്റെ ഓരോ സ്ഥലത്തുള്ള പരിപാടിക്ക് എലോൺ മസ്കിനെ കൂട്ടും. എലോൺ മസ്കിൻ്റെ തന്നെ ഉള്ള ഫണ്ട് ചിലവാക്കിയിട്ട് തന്നെ ഓരോ പരിപാടിക്ക് ഉപയോഗിച്ചിട്ട് ഈ ട്രംപിൻ്റെ ഇത് എന്താ പറയുക ഫെയിം നല്ലോണം കൂട്ടി. പിന്നെ ഇത് ചെയ്താൽ ഇപ്പം ഞാനിങ്ങനെ നിൽക്കുന്നുണ്ട്, അപ്പം അതുകൊണ്ട് ട്രംപിനോട് നിന്നാൽ നിങ്ങൾക്ക് കുറേ കിട്ടും. അങ്ങനെയൊക്കെ രീതിയിൽ എലോൺ മസ്ക് ട്രംപിനോട് കൂടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ അടുത്ത് അതല്ലാണ്ട് വേറൊരു ന്യൂസ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഈ അമേരിക്കയിലോ അങ്ങനെ ഏതോ ഒരു പാസഞ്ചേഴ്സ് ഉള്ള എയ്റോപ്ലെയിന്
ഈ ഈ ഒരു UFO ആയിട്ട് കൂട്ടിയിടിച്ചിട്ട് എന്തോ അത് ചെയ്തിട്ടുണ്ടായിന്. പക്ഷേ ആ UFO ഓൾറെഡി ഇല്ല പറയുന്നുണ്ട്. പക്ഷേ ഇത് അവർ ഒരു ഏത് പ്ലെയിനാണെന്നോ എത്ര ആൾക്കാരുണ്ടെന്നോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെന്നോ എവിടെ വെച്ച് ഇടിച്ചതെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇത് ഇടിച്ചിട്ടുണ്ട്. ഇങ്ങനൊരു ട്രാജഡി ഒരു എന്താ പറയുക ഒരു ഡിസാസ്റ്റർ ഇതുപോലത്തെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്താ സീനെന്നോ എന്താ എവിടെ ഉണ്ടായെന്നൊന്നും അറിയില്ല. എന്നുവെച്ചാൽ ഈ ഒരു വേറെ സംഭവം അറിയോ? എന്ത് മറ്റേ ഓട്ടോറിക്ഷൻ്റെ റേസ്, ടുക്ക് റേസ്. ഇതുവരെ കേട്ടില്ല അങ്ങനത്തത്. സംഭവം എന്തിൻ്റെയാ? ഈ ശ്രീലങ്കയിലില്ലേ പിന്നെ നടക്കുന്ന ഒരു സംഭവം, എന്ത് ഈ ഓട്ടോറിക്ഷ റേസ്. അതൊരു 3 ദിവസം നീണ്ടിരിക്കുന്ന റേസാണ്. ആ റേസിൽ എന്താണ് വിൻ ചെയ്താൽ എത്ര 10 ലക്ഷം രൂപ സമ്മാനം ഓട്ടോറിക്ഷയ്ക്ക് മാത്രം? ജയിച്ച ടീമിന് 10 ലക്ഷം. സ്പോൺസർ ചെയ്യുന്നറിയോ? റെഡ് ബുളിന്റെ സ്പോൺസർ റെഡ് ബുളിന് നമ്മളെ F1 റേസിന്റെ ഒക്കെ സ്പോൺസർ ചെയ്യുന്ന ടീംസ്. F1 കുറെ കാറിന്റെ ഇതിൽ റെഡ് ബുൾ കാണാലോ നമുക്ക്. പിന്നെ റെഡ് ബുൾ പിന്നെ അത് പറയുമ്പോൾ റെഡ് ബുളിന് വേറൊരു പരസ്യം ചെയ്തിട്ട് സീനായിട്ടുണ്ട്. എന്ത് കേട്ടിട്ടില്ല? റെഡ് ബുള്ളുണ്ടല്ലോ മറ്റേ ഒരു പരസ്യത്തിൽ മറ്റേ സാധനം കൊടുത്ത് ആഡ്സ് കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് എന്തായിരുന്നു ഈ പക്ഷി റെഡ് ബുൾ ഓടിച്ചിട്ട് ഒരാളെന്ത് പറക്കുന്ന ഇത് കൊടുത്ത്, എന്നിട്ട് എന്ത് ചെയ്ത് റെഡ് ബുൾ ഗോട്ട് വിങ്സ് റെഡ് ബുൾ ഗിവ്സ് യു വിങ്സ് മറ്റുള്ള പരസ്യം എന്തോ കൊടുത്ത്. എന്നിട്ട് ഇയാൾ പോയിട്ട് പിന്നെ കോർട്ട് പരാതി കൊടുത്ത് റെഡ് ബുൾ ഓടിച്ചിട്ട് എന്താണ് ഇത് വന്നിട്ടില്ല. എന്നിട്ട് അത് ആ കേസിന് ഇതായിട്ട് റെഡ് ബുൾ അയാൾക്ക് എത്ര പൈസ കൊടുക്കേണ്ടതുണ്ട് എത്ര അറിഞ്ഞൂടാ. മണ്ടത്തര ഓരോ സീൻസ് അല്ലേ. പക്ഷെ അവർക്കറിയാലോ ഇതിങ്ങനെ ഇങ്ങനെ വിചാരിച്ചിട്ടില്ലല്ലോ അല്ലേ. അതല്ലാണ്ട് ഈ നമ്മളിപ്പോൾ ഒരു കാര്യം ഇപ്പം ഗൂഗിളിൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ അല്ലെങ്കിൽ ബേസിക്കലി ഏതെങ്കിലും ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിലോ സെർച്ച് എഞ്ചിനിലോ പോയി ഒരു കാര്യം അന്വേഷിച്ച് അല്ലെങ്കിൽ അന്വേഷിച്ചിട്ടൊന്നുമില്ല, നമ്മൾ ഈ ഫോണിൻ്റെ സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചർച്ച ചെയ്ത് ഇപ്പോൾ ആരോടും സംസാരിച്ചു, ഇപ്പോൾ ഞാൻ നിന്നോട് സംസാരിക്കുന്ന പോലെ എന്തെങ്കിലും കാര്യം പറഞ്ഞ് അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇപ്പോൾ ഗൂഗിളിലോ എന്തെങ്കിലും സൈറ്റിലോ എവിടെയെങ്കിലും പോയിട്ട് ഒരു ജസ്റ്റ് 2-3 മിനിറ്റ് കഴിഞ്ഞാൽ സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിച്ച് എന്താണ് സാധനം അതേപടി ആഡായിട്ട് വന്ന് നിൽക്കും. നമ്മൾ സംസാരിച്ച സെയിം കാര്യം. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എന്തോ വീട്ടിലും സംസാരിക്കുന്ന സമയത്ത് എന്തോ ഒരു എനിക്ക് തോന്നുന്നു ഇത് എന്താ പറയല് നമ്മളെ ഈ ഓവനില്ലേ, ഓവന് ഞാൻ ഏതോ ടൈപ്പ് ഞാൻ ഓവൻ ഇങ്ങനെ ഒന്ന് സംസാരിച്ച് കറക്റ്റ് സ്പെസിഫിക്കായി മനസ്സിലായി ഓവൻ ഇങ്ങനെ ഇതാക്കിയ രീതിയിൽ ഞാൻ സംസാരിച്ച് വീട്ടിൽ. അപ്പോൾ അത് നമ്മൾ സംസാരിച്ച് ഒരു 5 മിനിറ്റ് അതിനൊന്ന് പറഞ്ഞ് പിന്നെ ഞാൻ ഒഴിവാക്കി. പക്ഷെ ഞാൻ ഇതായി കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ എന്തോ സ്പീക്കർ അങ്ങനെ നോക്കാണ്ട് ജസ്റ്റ് ഒന്ന് ഫ്ലിപ്കാർട്ടിൽ കയറിയിട്ട് എന്തോ കാര്യം സെർച്ച് ചെയ്യുമ്പോൾ എനിക്ക് സജഷൻ ആയിട്ട് വന്നതിൻ്റെ കൂട്ടത്തിൽ ഫുൾ ഓവൻസ്. അപ്പോൾ കുറച്ച് സ്പീക്കർ ആണെങ്കിൽ വെച്ചാൽ ഓവൻസ്. അപ്പോൾ അത് നമ്മൾ ഇതന്നെയില്ലേ ഈ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അവർ നമ്മൾ ഈ എന്താണ് നമ്മൾ സംസാരിക്കുന്നെല്ലാം അവരെ ഡാറ്റ ആയിട്ട് സേവ് ചെയ്യണം. നമുക്ക് എന്താ വേണ്ടേ. ഇപ്പൊ മറ്റേ ഏറ്റവും വലിയ എന്താണ് ഇത് എന്താ ഒരു എന്താ പറയല് ഏറ്റവും നല്ല സോഴ്സ് ആയിട്ട് എന്തോ ഡാറ്റനെ കാണുന്നുണ്ട്. പക്ഷേ ഡാറ്റ ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയിപ്പം ഫ്യൂച്ചറിൽ ഇതും വെച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ആൾക്കാർ ചിന്താഗതി എന്താണെന്ന് അതൊക്കെ മനസ്സിലാക്കി മാറ്റാൻ പറ്റുന്ന സംഭവം അത്. എന്നുവെച്ചാൽ ഇപ്പം എലോൺ മസ്കിന്റെ കയ്യിലും ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ഡാറ്റ. എലോൺ മസ്കിന്റെ അല്ല, ഗൂഗിളിന്റെ സുക്കർബർഗിന്റെ അതന്നെ മേറ്റന്റെ ഇല്ല പോലെ. അതെച്ചാൽ ഫേസ്ബുക്കിൽ കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന സാധനമാണല്ലോ. എന്നുവെച്ചാൽ അവരെല്ലാ ഡാറ്റാസും അത് ഇപ്പോൾ ഫേസ്ബുക്കിൽ ഏറ്റവും കൂടുതൽ ഗൂഗിളിനേക്കാൾ കൂടെ ഫേസ്ബുക്കിലാണ് ഈ ആഡിങ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ കാര്യം യൂട്യൂബ് പക്ഷേ കുറവാണ് പൊതുവെ. ഫേസ്ബുക്കിൽ വെച്ചാൽ യൂട്യൂബ് കുറവാണ്. പക്ഷേ ഇപ്പം ഇപ്പം വേൾഡിൽ ഇത്ര പോപ്പുലേഷൻ എത്രയോ ആൾക്കാരുടെ ഡാറ്റാസ് മൊത്തം സുക്കർബർഗിന്റെ കയ്യിലുണ്ട്. ഈ യൂട്യൂബ് ഉപയോഗിക്കുന്ന അല്ല വേൾഡിൽ 8 മില്യൺ പീപ്പിൾ പോപ്പുലേഷനാണ് ഉള്ളത്. പക്ഷേ 8 ബില്യൺ യൂട്യൂബ് ഇൻസ്റ്റാൾ ആക്കിയത് എത്ര 10 ബില്യൺ പ്ലസ് ആണ്. അത് എങ്ങനെയാ, അത് എത്ര രീതിയിൽ ആൾക്കാർ ഉപയോഗിക്കുന്നത്, ഒരാൾക്ക് തന്നെ എത്ര യൂട്യൂബ്സ്, എത്ര ഡിവൈസസ്, എത്ര അക്കൗണ്ട്സ്, എത്ര എന്തൊക്കെ കാണും അതിൽ. പക്ഷേ അതുണ്ട് വേറെ ചിലപ്പം ഇത് പൈസ ആയിട്ട് കേട്ട് മറ്റേ ഇപ്പം ഒരു 7 ബില്യണിൽ കൂടുതലുണ്ടെങ്കിൽ ഇപ്പം കൂടുതൽ ഇങ്ങനെയുള്ള അടുത്ത് 1 മില്യൺ 100 മില്യൺ അങ്ങനെ മനസ്സിലായി.
പക്ഷേ 10 ബില്യൺ ആയിരിക്കും, 10 ബില്യൺ പ്ലസ് എന്നാണ് ഗൂഗിൾ പ്ലസ് സ്റ്റോറിലെല്ലാം അപ്പോൾ നോർമൽ കാണിക്കല്. പക്ഷെ അതിന് നല്ല കൂടുതലാണ്. അതല്ലാണ്ട് ഈ അടുത്ത് വേറൊന്ന് കഴിഞ്ഞ ആഴ്ച ന്യൂസായി കണ്ടാന്ന് സ്യൂട്ട് കേസ് സ്പേസ് എന്ന് വെച്ചിട്ടാൽ പോലും ഒന്നും സംഭവിക്കാത്തൊരു സ്യൂട്ട് കേസിൻ്റെ സംഭവം. ബ്രാൻഡ് പക്ഷെ അവരവരെ ഫസ്റ്റ് സംഭവം അങ്ങനെ എന്തോ ഇറക്കുന്ന അങ്ങനെ എന്തോ ആണ്. ഓൾറെഡി ഒന്ന് ചെറിയ രീതിയിൽ ഫേമസ്, പക്ഷേ ഇങ്ങനെ ഈ ഭാഗത്ത് അങ്ങനെ ഫേമസ് ഒന്നുമല്ല. പക്ഷേ 130,000 കിലോമീറ്റേഴ്സ് ഫ്രം ഓൾമോസ്റ്റ് സ്പേസ് എന്ന് പറയുന്നില്ല, ഓൾമോസ്റ്റ് സ്പേസ് എർത്തിൻ്റെ ആ ഒരു ലെയർ, ആ ഒരു അവിടുന്ന് ആ ഒരു എർത്തിൻ്റെ സർഫേസിലേക്ക് ഈ ഒരു സ്യൂട്ട് കേസ് ഇട്ട് എന്നിട്ട് അത് അത്രയും ഇതിൽ താഴ്ചയിൽ കൊണ്ടിട്ടിട്ടും അതിനൊന്നും പറ്റിയിട്ടില്ല. ബ്രാൻഡ് എനിക്ക് കറക്റ്റ് ഓർമ്മ, ഞാൻ ഇങ്ങനെ റീലായിട്ട് കണ്ടതാ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കിയില്ല ഞാനത്. അങ്ങനെ ഉണ്ടായിന്. പിന്നെ വെച്ചാൽ ഇപ്പം പിന്നെ ഇന്ത്യയിൽ എന്ന് വെച്ചാൽ ഫുൾ ഇലക്ട്രിക്കിൻ്റെ ഒരു പോക്കുവാ. അല്ല നമ്മളെ ഇത് ഓലേൻ്റെ ചേർക്കാൻ നിൽക്കുമ്പോൾ ഇപ്പം മറ്റേ ഹോണ്ടയുടെ ആക്റ്റീവൻ്റെ ഇലക്ട്രിക് വരുന്നുണ്ട്. അല്ല ഓലേൻ്റെ എന്തുകൊണ്ടും നല്ല ലാഭമല്ലേ. പക്ഷെ അവരെ സർവീസ് ഒരു കുഴപ്പമായിട്ടുള്ളൂ. അല്ലാതെ ഓലേൻ്റെ പുതിയ സ്കൂട്ടി ഏതാ ഗിഗ് അല്ലേ, ഓല ഗിഗ് എന്ന് പറഞ്ഞിട്ട് ഇന്നലെ അവതരിപ്പിച്ചിട്ടുണ്ടായിന്. എത്ര 40,000 39 സംതിങ്. അതിന് എന്താ റേഞ്ച് എന്ന് വെച്ചാൽ 112 കിലോമീറ്റർ റേഞ്ച് കിട്ടും ഒറ്റ ചാർജില്. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു ലൈസൻസ് വേണ്ട, 25 കിലോമീറ്റർ ഇത് സ്പീഡ് ഉള്ളതുകൊണ്ടല്ലേ. അപ്പോൾ ലൈസൻസ് വേണ്ടിയില്ല. അപ്പം ഈ ഒരു 14 വയസ്സുള്ളവർക്കൊക്കെ ഇതും വെച്ച് വേണം നടക്കാൻ പറ്റും. ഉറപ്പാണ്, നല്ല എന്താ ചാൻസ് ഉണ്ട്. പിന്നെ സ്കൂളിൽ പോകാനല്ലോ അത് നല്ല വിഷയം ഉണ്ടാവും. അതല്ലാണ്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഈ അടുത്ത് നമ്മളെ ഈ കുറേ വൈറലായിട്ടുള്ള ഓരോ ട്രാവൽ ഇത് റീലില് കൊച്ചിയിൽ നമുക്ക് സൈക്കിൾ റെന്റിന് കിട്ടുന്നത്, സൈക്കിളല്ല ഇത് ഇലക്ട്രിക് സ്കൂട്ടർ റെന്റിന് കിട്ടുന്നുണ്ടായിന്. ഇലക്ട്രിക് സ്കൂട്ടർ അല്ലേ, യുളുവിൻ്റെ. പക്ഷെ അത് എത്രയാ 300 റുപ്പീസിന് 24 ഹവേഴ്സിലേക്ക്. പക്ഷേ 1 ഹവറിന് പക്ഷേ എത്ര കുറച്ചും 99 രൂപ എക്സ്ട്രാ ഉണ്ട് അങ്ങനത്തെ പറയുന്നത്. ഡെയിലി യൂസേഴ്സിന് എത്ര 174 രൂപ. ഡെയിലി യൂസ് ചെയ്യുന്നവർക്ക്, റെന്റായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് 174. അല്ലാതെ 20 രൂപ എന്താ ബൈക്ക് കിട്ടൂലേ? ബൈക്കല്ല സൈക്കിള് 20 റുപ്യക്ക് 10 ഹവേഴ്സിനെങ്ങാനും. ആ കണ്ടിട്ടാണ് ഞാൻ അടുത്ത റീലിന് ഞാൻ. അതല്ലാണ്ട് ഇപ്പം പിന്നെ ഈ വീക്കിൽ കുറേ കാര്യം ഉണ്ടായിട്ടുണ്ടായിന്. ഇപ്പം എന്ന് വെച്ചാൽ നമ്മളെ എലോൺ മസ്ക് രണ്ടാമത് വീണ്ടും ഒരു റോക്കറ്റ് വിട്ടിട്ടുണ്ടായിരുന്നല്ല. പക്ഷെ അതിന്റെ ലാൻഡിങ് ഒരു സീൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പം ആ മറ്റേ ലാൻഡ് ചെയ്തല്ല, അവര് ക്യാച്ച് ചെയ്ത് പിടിച്ചിട്ടുണ്ടായിരുന്നല്ല. അതിനുശേഷം അവർ വീണ്ടും വന്നിട്ട സമയത്ത് അത് ലാൻഡ് ചെയ്യിപ്പിച്ചപ്പം സീലോ അവിടെ അങ്ങനെ പോയിട്ട് ലാൻഡ് ആയി നടന്നിട്ടുണ്ടായിരുന്നു. കറക്റ്റ് സ്പോട്ടിലേക്ക് ലാൻഡ് ചെയ്യാൻ പറ്റില്ല തിരിച്ച് ഓട്ടോമാറ്റിക്കലി. ഈ അടുത്ത് അതെന്തായാലും ശരിയാക്കാണ്ടിരിക്കുകയും ചെയ്യില്ല. അത് അങ്ങനെ ഉണ്ടായിന്. മറ്റേ PC മുസ്തഫനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്തോ പറയുന്നത് എന്റർപ്രണർ അങ്ങനെ എന്തല്ലേ. അയാള് എന്തായിരുന്നു PC മുസ്തഫ? എവിടെയായിരുന്നു അയാള്? ഭയങ്കര ദാരിദ്ര്യത്തിലാണ് ഇങ്ങനെ ജീവിച്ചത്. വയനാട്ടിൽ ജനിച്ച അങ്ങനെ എന്തോ പറയുന്ന കല. എന്നിട്ട് പിന്നെ എന്താന്ന് പഠനാവശ്യത്തിനായിട്ട് പുറത്ത് പോയി, എന്നിട്ട് തിരിച്ചു വന്ന്, എന്നിട്ട് കുടുംബ ബിസിനസ് പോലെ നല്ലൊരു കൈവശമൊക്കെ ഉണ്ടായിരുന്നല്ലോ ദുബായിലോ. അതുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ നിർത്തിയിട്ട് കുടുംബ ബിസിനസ് പോലെ അയാൾ ഇവിടെ വന്ന് പിന്നെ ID എന്ന് പറഞ്ഞ ബ്രാൻഡ് തുടങ്ങി. എന്നിട്ട് സാധനം തുടങ്ങി. പക്ഷെ ആദ്യത്തെ കൊല്ലം അയാൾക്ക് 8 ലക്ഷം രൂപേൻ്റെ വരുമാനം ഉണ്ടാക്കിയേ പറ്റുള്ളൂ. 8 ലക്ഷത്തിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ഇയർ ആനുവലി സെയില്. പിന്നെ എന്താന്ന് ഇതില്ലേ ഈ IDൻ്റെ പ്രൊഡക്റ്റ് എന്താന്ന് മായമില്ലാത്ത ഇതല്ലാന്ന് ഫുള്ളി ഹെൽത്തി ആണ്. ഇപ്പോൾ നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുവന്നാലും ഇപ്പം ഈ ഒരു എന്താ പറയുക ഫുഡ് മെറ്റീരിയൽസ് എന്തായാലും അത് പാക്ക് ചെയ്ത് കൊണ്ടുവന്നാലും അത് ഒരിതുള്ളതല്ല, മായ അങ്ങനത്തുള്ളതൊന്നുമല്ല, നല്ല സാധനമാണ്. അത് തന്നെ അത് ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അയാൾ പരമാവധി ശ്രമിച്ച് അത് അയാൾക്ക് വിജയിക്കാൻ വേണ്ടി പറ്റി. എന്നിട്ട് അതല്ല മറ്റേ ഈ ഫ്രോസൺ പൊറോട്ട ആ സാധനം ഇവരാണ് ആദ്യം അവതരിപ്പിച്ചതല്ലേ. പിന്നെ അതിനുശേഷം മെയിനായിട്ട് വന്ന മറ്റേ സാധനമായിരുന്നു ഏതാ നമ്മളെ ഈ ഉഴുന്നോടെ ഉണ്ടാക്കുന്ന അതിൻ്റെ ഇത് സാധനം. അത് വന്നപ്പോൾ മറ്റേ ഈ ID ഫുഡ്സിൻ്റെ ഇത് മൊത്തം ഏതാ ഹെൽത്ത് 3000 കോടിയിലേക്കോ സംതിങ് ആയിട്ട് എത്തി നടന്നിട്ടുണ്ടായിന്. ഒറ്റയ്ക്ക് എന്റർപ്രണർ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ. ഒറ്റക്കല്ല, പിന്നെ ഫാമിലി ബിസിനസ്, പക്ഷേ ഫാമിലിപ്പെട്ട കുറച്ച് ടീംസ് അങ്ങനെയല്ലേ. ഞാൻ എന്തോ കണ്ടിട്ടുണ്ടായിന്. അതല്ലാണ്ട് ഈ എന്താ പറയല് കുറേ വേൾഡ് റെക്കോർഡ്സിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ
ഈ വേൾഡിലെ ഏറ്റവും കൂടുതൽ ട്രാഫിക് ആയിട്ടുള്ള റെക്കോർഡ് ഏതാ നിനക്കറിയോ? ഏറ്റവും കൂടുതൽ ട്രാഫിക് ആയിട്ട് ഏറ്റവും കൂടുതൽ നീളത്തിലുള്ള ട്രാഫിക്, ഐ മീൻ ഏറ്റവും കൂടുതൽ ലെങ്തിയസ് ആയിട്ട് ട്രാഫിക്. ഇപ്പോൾ ഡൽഹിയിൽ നമുക്ക് കുറേ മണിക്കൂറത്തേക്ക് ട്രാഫിക് നടന്നേക്കാം. പക്ഷേ ഏറ്റവും ലെങ്തിയസ് ആയിട്ട് ഏറ്റവും കൂടുതൽ ഉണ്ടായ ട്രാഫിക് വെച്ചാൽ ചൈനയിലാണ്. എത്ര മണിക്കൂർ? 12 കിലോമീറ്റർ ലെങ്ത്തുള്ള ഒരു ട്രാഫിക് ഉണ്ടായിരുന്നു അവിടെ. ആ ട്രാഫിക് മാറാൻ വേണ്ടിയിട്ട് ഒരാഴ്ച, ഒരു വീക്കിനെടുത്തോ 4 ദിവസമോ 5 ദിവസം അങ്ങനെ എടുത്തിട്ട് ട്രാഫിക് മൊത്തം മാറിയിട്ടേ. അത് ഒരു വലിയ എടുത്തൊന്നുമില്ല. അത് എത്രയാ അത് വെച്ചാൽ ഒരു വണ്ടിക്ക് ഓഗസ്റ്റ് 14, 2010 2010 ഓക്കെ 2010 ഉണ്ടായിന്. അത് വെച്ചാൽ ഒരു 3 കിലോമീറ്റർ ഒരു വണ്ടിക്ക് ആ ട്രാഫിക്കിലൂടെ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യണമെങ്കിൽ തന്നെ ഒരു 1.5 ദിവസമോ സംതിങ് ആയിട്ട് വേണം. 1.5 ഡേയ്സോ 2 ഡേയ്സോ അങ്ങനെ കിലോമീറ്റർ ട്രാഫിക് ഉണ്ട്. 100 കിലോമീറ്റർ ദൂരത്തേക്കാ ദിവസം ആ ട്രാഫിക് ഇങ്ങനെ അങ്ങനെ കണ്ടിട്ടുണ്ടായി. 12 ദിവസം 12 ദിവസം ട്രാഫിക് ഞാൻ കണ്ടിട്ടുണ്ടായി. അതിപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ നീളത്തിൽ ട്രാഫിക് ഉണ്ടായിരുന്നു. ആംബുലൻസ് ഒന്നും അങ്ങനത്തെ സീനൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. നോവേ ഒരു പിടുത്തമില്ല അതിൻ്റെ കാര്യത്തിൽ. അങ്ങനെ കണ്ടിട്ടുണ്ട് അതിന്. അതല്ലാണ്ട് പിന്നെ നമ്മളെ ഇത് എന്താണ് ഇന്ത്യത്തെ ലാർജസ്റ്റ് ട്രാഫിക് ബാംഗ്ലൂര്, മുംബൈ, അത് ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയാണെന്നല്ല അത് ഞാൻ കണ്ടിട്ടുണ്ടായി. അതല്ലാണ്ട് ഈ അടുത്ത് നമ്മളെ ഡൽഹിയിലാന്ന് തോന്നുന്നു യമുന റിവറിൽ ഇത് മഞ്ഞ് പോലത്തെ രീതിയിൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് കൂടിയിട്ട് വൈറ്റ് സ്നോ രൂപത്തിലായി. അതിന് ആൾക്കാർ എന്നിട്ട് അതിൽ കയറി കുളിക്കുന്നു. അപ്പം മഞ്ഞ് വെച്ചാൽ അതിങ്ങനെ തേച്ച് മേത്താക്കുന്നു, അവരുടെ ബോഡിയിൽ ഇങ്ങനെ തേക്കുന്നു, ആ രീതിയിൽ ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ ആ കറക്റ്റ് വീഡിയോയിൽ കാണും നമുക്കത് സ്നോ തന്നെ, കറക്റ്റ് സ്നോ. ഇപ്പം ഒരു ഫോഗ് പോലെ സ്നോ ഇങ്ങനെ വെള്ളത്തിനോട് ഇങ്ങനെ ഒഴുകി കിടക്കുന്ന പോലെ. പക്ഷെ അതിൻ്റെ റിയൽ റീസൺ തപ്പി നോക്കിയപ്പോൾ കാണുന്നത് വെച്ചാൽ ഡൽഹിയിലെ ഈ ഒരു ഇത്രയൊക്കെ വീട്ടിലെ അത് അറിഞ്ഞുകൊണ്ടാണ് അറിയാത്തതുകൊണ്ടാണ് കളിച്ചതറിയില്ല. അവിടുത്തെ കുറേ ടീംസാണ്, അവിടെയുള്ള താമസിക്കുന്ന കുറേ ടീംസാണ്, അവരാണ് ചെയ്തിട്ടുണ്ടായി. കണ്ടിട്ടുണ്ടായി അത് ഭയങ്കരമായിട്ട് ന്യൂസായിട്ട് ഇങ്ങനെ പരന്നിട്ടുണ്ടായി അതെല്ലാം. അത് നമുക്കിപ്പോൾ വേറെ എന്തെല്ലാം പറയാം? വേറെ വെച്ചാൽ നമ്മളിത് എന്താ പറയല്, ഈ അടുത്തൊരു ഇതുണ്ടായിരുന്നല്ലോ, എന്താണ് ഈ അടുത്ത് മീൻസ് ഒരു 10-12 വർഷമായിട്ട് ഈ യൂട്യൂബിൽ ഒരാളൊരു ഇതുണ്ടായിന്. അയാളെ പേര് അങ്ങോട്ട് ഓർമ്മയില്ല. അയാളിത് റിയൽ ലൈഫായിട്ടുള്ള അയൺമാൻ ഷൂട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിന്. അപ്പോൾ അയാൾ ഈ അയൺമാൻസിന് വെച്ചാൽ അവർ ആ ത്രസ്റ്റർ യൂസ് ചെയ്യുന്ന വെച്ചാൽ ഹൈഡ്രജൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇയാളെ സെയിം ഹൈഡ്രജൻ വെച്ചിട്ട് എന്ത് വെച്ചിട്ട് അയാളൊരു അതിൻ്റെ എന്താ പറയുക ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, ഐ മീൻ ഇപ്പം അയൺമാൻ്റെ ആ ഒരു ഹാൻഡ് ഷൂട്ടിലുണ്ടല്ലോ, എന്താ പറയുക ഫയർ ബോൾ സംഭവം പോകുന്നത്, അത് ഇയാൾ സെയിം ഈ റിയൽ ലൈഫിൽ ഹൈഡ്രജൻ ഫ്യൂവൽ വെച്ചിട്ട് അയക്കാം. അപ്പം പിന്നെ മറ്റേ ഫ്യൂവൽ പോലെ നമുക്കിതില്ല, ഇത് കിട്ടാണ്ടില്ല. ഹൈഡ്രജന് നല്ലോണം വരാനുള്ള നല്ലൊരു ചാൻസ് പറയുന്നത് കിട്ടുന്നത്. ഇപ്പം നമ്മളെ കേരളത്തിൽ തന്നെ KSRTCൻ്റെ ഒരു എനിക്ക് തോന്നുന്നു നോക്കുമ്പോൾ ഒരു അപകടം കൂടുതലായിട്ടല്ലേ കാണുന്നത്. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഡാമേജ് ഉള്ള സാധനമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അതെ, പക്ഷെ ഉണ്ട് സത്യം പറഞ്ഞാൽ ഹൈഡ്രജൻ വെച്ചിട്ടുള്ള വെഹിക്കിൾസ് ആയാലും മെഷീൻസ് ആയാലും എല്ലാം യൂസ് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് നല്ല എഫിഷ്യൻസിയും കിട്ടും, നമുക്ക് ചിലവും കുറവാണ്. ബിക്കോസ് ഹൈഡ്രജൻ ഈസ് മോർ അബണ്ടന്റ് നേച്ചർ. ഓക്കെ, ഇപ്പം വെള്ളം തന്നെ എവിടെയും പോയിട്ട് കുറച്ച് വെള്ളം എടുത്ത് ഒഴിക്കാം, ഇതല്ലേ ഉള്ളൂ. ടൊയോട്ടൻ്റെ തന്നെ ഒരു 10 കാറെങ്ങാനും നമുക്ക് ഇന്ത്യയിൽ ഇപ്പോൾ ഉണ്ട് ഹൈഡ്രജൻ കാർസ്. ഹൈഡ്രജൻ മാത്രം യൂസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് 10 കാർ ഇന്ത്യയിലുള്ളതിൽ ഒരെണ്ണം കേരളത്തിനുള്ളതാ. അല്ല അങ്ങനെയല്ല, ഇതല്ല ഗവൺമെൻറ് ആയിട്ട് കൊടുത്താ ഒരു ട്രയൽ പോലെ ഇതാക്കി കൊടുത്തതാണ്. അപ്പോൾ അത് എനിക്ക് കറക്റ്റില്ല ഇന്ത്യയിൽ 10 ആണോ കേരളത്തിൽ 10 അറിയില്ല, എന്തായാലും ഒരെണ്ണം എന്തായാലും കേരളത്തിലുള്ളത് തന്നെയാണ്. അപ്പം അത് മീൻസ് എന്ന് വെച്ചാൽ ഈ ഒരു ഹൈഡ്രജൻ ഫ്യൂൽ നല്ല കപ്പാസിറ്റി എന്ന് വെച്ചാൽ കുറച്ച് തന്നെ അടിച്ചാൽ നല്ല എഫിഷ്യൻസി നല്ലോണം കിട്ടും ഹൈഡ്രജൻ ഫ്യൂൽസിന് വെച്ചാൽ. ഹൈഡ്രജൻ വെച്ചാൽ പിന്നെ നല്ല അബണ്ടൻ്റ് നമുക്ക് നാച്ചുറൽ കിട്ടുന്ന ഒരു സാധനം ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഇപ്പം വാട്ടർ കുറച്ചിട്ടിട്ട് അതിൻ്റെ വാട്ടർ നമുക്ക് ഹൈഡ്രജനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ. ടൊയോട്ട മിറായി മറ്റേ ആദ്യത്തെ അവരെ ഹൈഡ്രജൻ ഫ്യൂൽ വെഹിക്കിളിൻ്റെ പേര് വരുന്നത്. അത് ഞാൻ കണ്ടിട്ടുണ്ടായി. അത് വെച്ചാൽ ഇപ്പം പക്ഷെ കുറേ നാളായി അത് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഓൾറെഡി. അത് എന്തൊക്കെയോ സംഭവം ഉണ്ടായിന് അതിൻ്റെ ഞാൻ കണ്ടിട്ടുണ്ടായിന്. അത് എന്തായിരുന്നു ഞാൻ മറന്നല്ല. വേപ്പറായിട്ട് പോകും അല്ല, അതിൻ്റെ സിസ്റ്റമാറ്റിക് തിങ്സ് ആയിരിക്കും. പക്ഷെ അതെന്ന് വെച്ചാൽ അപ്പം അത് നമുക്ക് വളരെ സുഖമല്ലേ സംഭവം ശരിക്കും പറഞ്ഞാൽ. ഇപ്പം ഇപ്പോഴത്തെ ഒരു ന്യൂസ് വെച്ച് നോക്കുമ്പോഴല്ല വെള്ളം കുറയും അങ്ങനെ എനിക്ക് എന്താ തോന്നുന്നുണ്ടോ? ലെറ്റ്സ് സീ ദ ഫ്യൂച്ചർ.
പറയാങ്കില്ല നമുക്കൊന്നും. ഇപ്പം കാര്യമൊന്നും പറയാങ്കില്ല. ചിലപ്പം വാട്ടർ തന്നെ വേണമെന്നില്ല. കാരണം ഇപ്പം നമുക്ക് 70% ഇതല്ലോ. ഹൈഡ്രജൻ ഉള്ളതല്ലേ. 70% ഓഫ് അറ്റ്മോസ്ഫിയറിലും ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് എടുക്കാൻ എളുപ്പമാണ്. 70%, 96% നൈട്രജൻ അല്ലേ. ഓക്കെ, അതല്ല 2% ആണെന്നുണ്ടാലും ആ 2% എന്നുള്ളത് വലിയൊരു ലാർജ് നമ്പർ ആണല്ലോ നമുക്ക് ഓൾറെഡി. ബാക്കിയുള്ള സംതിങ് പെർസെൻറ്റേജ് ആണ് അതർ ഗ്യാസസ്, ഓക്സിജൻ മറ്റേ മറിച്ച് എന്നിട്ട് കുറേ ഗ്യാസസ് ഉള്ളത്. പക്ഷേ ഇത് നമുക്കിപ്പം വാട്ടർ എന്നല്ലാണ്ട് തന്നെ അറ്റ്മോസ്ഫിയർ നമുക്ക് ഇഷ്ടംപോലെ ഹൈഡ്രജൻ എടുക്കാൻ പറ്റും. ഈ എർത്തിൽ ഏറ്റവും കൂടുതൽ 78% നൈട്രജൻ ആണ്. പിന്നെ എന്താ എത്ര 12 10 അങ്ങനെ എന്തോ ഒരു പെർസെൻറ്റേജ് പിന്നെ നമ്മളെ ബാക്കിയുള്ള ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ അങ്ങനെ ഓരോന്നുണ്ട്. ഏറ്റവും കൂടുതൽ എവിടുന്ന ഉൽപ്പാദിക്കുന്ന അറിയാൻ. ഓക്സിജൻ പ്ലാന്റ്സ് തന്നെയല്ല, പ്ലാന്റ്സ് എന്നല്ല. 70% കൂടുതൽ ഇതിൻ്റെ കടലിൽ നിന്നാണ് ഉൽപ്പാദിക്കും. ഞാൻ കേട്ടിട്ടുണ്ട് കടലിൽ ഇതാക്കിയിട്ട്. ബാക്കി എത്ര കുറച്ച് ഈ എന്താ പറയുക, ഈ ടെറസ്ട്രിയൽ ആയിട്ടുള്ള റീജിയൻസ് വരുന്നത് അത് സീലായ. പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മളെ ഈ ഒരു ടെറസ്ട്രിയലിനെക്കാട്ടും ഏറ്റവും കൂടുതൽ നാച്ചുറലി മൊത്തത്തിൽ എല്ലാ എന്താ പറയല് റിസോഴ്സസും മൊത്തം ഉള്ളത് സീലാണ്. അതുകൊണ്ട് നമുക്ക് അത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ. പിന്നെ നാളെ എന്താണ് ലക്കി ഭാസ്കർ എന്തോ OTT ഇറങ്ങല്ലോ. 28 നവംബറിൽ ലക്കി ഭാസ്കർ വരുന്നുണ്ടല്ലോ. എന്താ പറയുക, സത്യം പറഞ്ഞാൽ ലക്കി ഭാസ്കർ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ നമ്മളെ സിനിമയിൽ ഇത് വരുന്ന നോക്കുമ്പം കൂടുതലും നടന്ന സംഭവങ്ങളാണ് കാര്യമായിട്ട് ഹിറ്റ് ആവുന്നത്. അതുപോലെ ഇറങ്ങിയാന്ന് ലക്കി ഭാസ്കറിൻ്റെ അകത്ത് കുറച്ച് സീന്, ഫുള്ളല്ല കുറച്ച് സീൻ മാത്രം. മറ്റേ ഹർഷത് മേത്ത, ഹർഷത് മേത്തനെ പറ്റി ഞാൻ ഉണ്ടല്ലോ, ആദ്യം അയാള് സാധാ എല്ലാരും ചെയ്യുന്ന പോലൊക്കെ കുറച്ച് ചെയ്തു, പിന്നെ ജോബും ചെയ്ത് അല്ലല്ല അയാള് പിന്നെ എന്തോ ഒരു പണിയായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. എന്നിട്ട് അയാൾ എന്ത് ചെയ്തു, ആദ്യം ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് അയാൾ അത്യാവശ്യം നല്ല നല്ല ഇതിൽ കയറി. പിന്നെ അയാൾക്ക് സമ്പത്ത് ഇനിയും വേണമെന്നുള്ള ആഗ്രഹത്തിൽ അയാൾ ഇത് ചെയ്ത് ഈ ബാങ്കിൽ നിന്ന് പിന്നെ ഈ ഇതില്ലേ എന്തോ ബ്രോക്കർ അങ്ങനത്തെ പരിപാടി ഉണ്ട്. ബാങ്കിൽ നിന്ന് വേറൊരു ബാങ്കിന് ഇത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മണി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിനൊരു ബ്രോക്കറായിട്ട് ഒരാൾ വേണം. അത് അങ്ങനൊരു നിയമമുണ്ട്. അപ്പോൾ അതിൽ അയാൾ ബ്രോക്കറായിട്ട് അയാളെന്നപ്പം ഇതാക്കി. അപ്പോൾ ഒരു ബാങ്കിൻ്റെ അടുത്ത് നിന്ന് ഇത്ര പൈസ ഇതാക്കാൻ ലോൺ എടുക്കാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇയാളായിട്ട് കോൺടാക്ട് ചെയ്യും. അപ്പോൾ ഇയാൾ പോയിട്ട് ആ മണി എടുക്കും. എന്നിട്ട് അത് എടുക്കാനുള്ള ബാങ്കിൽ നിന്ന് എടുത്തിട്ട് എന്ത് ചെയ്യും, അയാൾ ആ മണി കൊണ്ട് ഇത് സ്റ്റോക്ക് മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് അയാളെന്ന് വെച്ചാൽ എന്താ ചെയ്യുക, പമ്പ് ചെയ്യല്. അയാൾ ആദ്യം ഇപ്പം പണ്ട് നടന്ന സംഭവം നമ്മളെ MRFൻ്റെ തോന്നുന്നുണ്ട്. MRF 200 രൂപ സ്റ്റോക്കിനുള്ള സമയത്ത് അയാൾ എന്ത് ചെയ്ത് പമ്പ് ചെയ്ത് എത്ര 900 സംതിങ് അത്ര ആക്കി. എന്നിട്ട് അയാൾ ആദ്യം എന്ത് ചെയ്യും, 200 രൂപക്ക് ഒരു 1 ലക്ഷം 3 ലക്ഷം അത്ര സ്റ്റോക്ക് വാങ്ങും. പിന്നെ അതിങ്ങനെ പൈസ അയാൾ ഇത്രയും വാങ്ങുന്ന സ്ഥിതിക്ക് എന്തായാലും സ്റ്റോക്കിന് വില കൂടുമല്ലോ. അപ്പോൾ സ്റ്റോക്കിന് വില കൂടുമ്പോൾ ആൾക്കാരിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങും. എന്നപ്പോൾ അയാളിങ്ങനെ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്ത് പിന്നെ അതിന് നല്ലൊരു റേറ്റിലേക്ക് എത്തിക്കും. എന്നിട്ട് അയാളെ മൊത്തം സ്റ്റോക്ക് വെക്കും. എന്നിട്ട് അതിൻ്റെ പൈസ. പക്ഷെ ഇപ്പം MRFന് എത്ര ഒരു സ്റ്റോക്കിന് 1 ലക്ഷത്തി എത്ര വരുന്നുണ്ടല്ലേ. കാരണം അത് ആശ്രമത്തേക്ക് ശേഷം ആ പമ്പിങ്ങിന് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഇത് കുറഞ്ഞിട്ടുണ്ടായിന്, MRFൻ്റെ ഇത് കുറഞ്ഞിട്ടുണ്ടായിന്. അത്രയും 90,000 എന്തോ ചെറിയ മാറ്റം ഉണ്ടായിന്. പിന്നെ ഈ അടുത്തായിട്ട് MRF വീണ്ടും നല്ലോണം കത്തിക്കേറി. പിന്നെ MRF ഒക്കെ പോയിട്ടല്ലോ, MRF അല്ല ഹർഷത് മേത്ത നോക്കുമ്പോൾ ആദ്യമായിട്ട് ലെക്സസ് കൊണ്ടുവന്നത് ഹർഷത് മേത്തയാണ് ഇന്ത്യയിൽ വണ്ടി. അത് ആ ലക്കി ഭാസ്കറിനെ കത്തുണ്ടാക്കുന്നുണ്ട് പറയുന്നുണ്ടായിരുന്നല്ല, ലക്കി ഭാസ്കറിൻ്റെ എന്ത് സംഭവം പറയുന്നുണ്ടല്ലോ. അതിനുശേഷം ഹർഷത് മേത്തൻ്റെ ഇതെന്ന് വെച്ചാൽ ഏതൊരു എന്തായിരുന്നു TV ചാനലല്ല, എന്തോ ഈ ന്യൂസ് റിപ്പോർട്ടറാ അങ്ങനത്തെ ഏതൊരു ഒരു പെണ്ണ്. അതിനുശേഷം അയാൾ എന്തൊക്കെയോ കുറച്ചും കൂടി ഫേക്ക് റെസിപ്റ്റ് ഒക്കെ ഇറക്കി തുടങ്ങി. അന്നപ്പോൾ പിന്നെ ഏതൊരു ഇങ്ങനെ ഇത് കണ്ടുപിടിക്കുന്ന ടൈപ്പ് അത് സംഭവം ഞാൻ പറയാം. വെച്ചാൽ ഇയാള് ഈ ഫേക്ക് ബിൽസ് ഉണ്ടാക്കിയിട്ട് ഇയാൾ ഇന്റർവ്യൂക്കെല്ലാം കുറേ ചാനൽസ് വിളിച്ച് ഇപ്പോൾ ഇയാളെ കഥകൾ പറഞ്ഞ് ഇങ്ങനെയാണ് സംഭവങ്ങൾ. അപ്പം ഇതിലെന്തോ ഒരു പന്തികേട് തോന്നിയ എന്താ പറയല്, നമ്മളെ
സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഒരു സ്ത്രീ, എന്താ പേര് ഞാൻ മറന്നുപോയി, ഇൻവെസ്റ്റേഷൻ നടത്തി എന്നിട്ട് അവരെന്നെ പോയി ഇൻവെസ്റ്റിഗേഷൻ അവരെന്നെ ഇതിൽ മൊത്തം മാറ്റം നടത്തി. അവർക്ക് നല്ല ഇത് മനസ്സിലായി, ഇതിൽ നല്ല ഫേക്ക് ഇത് എന്താ പറയല്, അയാൾ നല്ല വൃത്തിക്ക് സ്കാം നടത്തിയിട്ടുണ്ട്, നല്ല സ്കാമിങ് ചെയ്തിട്ടാണ് ഇയാൾ പൈസ ഉണ്ടാക്കുന്നത് മനസ്സിലായി. എന്നിട്ട് അയാളെ പിടിച്ചതിന് ശേഷം അയാൾ 9 കൊല്ലം 9 കൊല്ലം സംതിങ് ജയിലിൽ കിടന്നത്. പക്ഷേ ഏകദേശം മരിച്ചെന്ന് തോന്നുന്നല്ലേ, ജയിലിൽ വെച്ചിട്ട് അങ്ങനെ എന്തോ മരിക്കുക എന്തോ ചെയ്തു ഹർഷദ് മേത്ത. 44 ഇയേഴ്സിൽ അങ്ങനെ ഹർഷദ് മരിക്കുക ചെയ്തിന്. പക്ഷേ ഹർഷദ് മേത്ത ഇനി ജയിലിൽ നിന്ന് ഇറങ്ങിയാലും ഹർഷദ് മേത്തക്ക് നല്ല രീതിയിൽ പൈസ ഉണ്ടാകും. സ്റ്റോക്ക് മാർക്കറ്റ് എല്ലാം നല്ല വൃത്തിക്ക് അറിയുന്ന ഒരാൾക്ക് ഉറപ്പല്ലേ എന്തായാലും കിട്ടാണ്ടിരിക്കുമല്ലോ അങ്ങനെ. അത് പിന്നെ നിർത്താല്ലേ, ഈ വീക്കിലേക്കുള്ള കണ്ടന്റ് എന്തായാലും നിർത്താം.